Hello guys, welcome back to my YouTube channel. 555 Angel Tarot Card Reading മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളുടെ ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിനെ പൊള്ളിക്കുന്നു. ഉണങ്ങി വരണ്ട മരുഭൂമി പോലെ ആയിരിക്കുന്നു ഈ വ്യക്തിയുടെ ജീവിതം. ഈ ഒരു ടോപ്പിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു പുതിയ വഴിത്തിരിവ് ഉണ്ടാകുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് ഈ പേഴ്സന്റെ നിലപാട്, അല്ലെങ്കിൽ എന്താണ് ഈ പേഴ്സന്റെ ചിന്തകൾ, ഒരു അടിത്തറ എന്താണ് എന്നുള്ളത് നോക്കാം. വാവ്, സച്ച് എ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ. അതിനോടൊപ്പം തന്നെ 11 എന്ന് പറയുന്ന നമ്പറാണ് കിട്ടിയിട്ടുള്ളത്. 11 എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഏഞ്ചൽ നമ്പേഴ്സിലാണെങ്കിൽ പോലും അത്രയും ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഒരു നമ്പറും കൂടിയാണ് 11, 11, 11, 111. ഇതൊക്കെ നമുക്ക് വളരെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു എനർജി ഉള്ളൊരു ഏഞ്ചൽ നമ്പർ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പെയിന്റ് സണ്ണാണ്. നമുക്കറിയാം ഓൾറെഡി ഈ ഒരു കാര്യം വളരെ ഡാർക്കറായിട്ട്, ഇതൊരു ബോർഡായിട്ടോ അല്ലെങ്കിൽ വോളായിട്ടോ ജീവിതമായിട്ടോ കണക്കാക്കാം. അപ്പോൾ ഇതില് സൂര്യനെ വരക്കുകയാണ് വെളിച്ചത്തിന് വേണ്ടിയിട്ട്. അത് ഈ ഒരു ലേഡി തന്നെ വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. സ്വന്തമായിട്ട് മുൻകൈ എടുത്ത് തൻ്റെ ജീവിതത്തിലെ ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി, അതാണ് ഈ ഒരു കാർഡിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കും പല പല ആഗ്രഹങ്ങളുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഇങ്ങനെയൊക്കെയുള്ള രീതികൾ നല്ല രീതിയിലുള്ളതായിട്ടാണ് കാണിക്കുന്നത്. എല്ലാവർക്കും ആസ് യൂഷ്വൽ ആഗ്രഹങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്ന പോലെ ഈ പേഴ്സൺ ആണെങ്കിലും ഈ വ്യക്തിയായിട്ട് ചെയ്തെടുത്തിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഈ പേഴ്സൺ ആയിട്ട് തന്നെ പരിഹരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ റിലേഷൻഷിപ്പിന്റെ ഒരു സ്വഭാവ രീതി നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പേഴ്സൺ ആണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വ്യക്തിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ ആ പ്രശ്നങ്ങൾ ഈ വ്യക്തിയായിട്ട് തന്നെ പരിഹരിക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കുട്ടി തയ്യാറാകുന്നത് ഇരുട്ട് പിടിച്ചു കിടക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക്, ആ ഒരു അന്തരീക്ഷത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുന്നത്. വേണമെങ്കിൽ നമുക്കവിടെ സൂര്യനെ വരക്കാതിരിക്കാം, മുഴുവനും ഇരുട്ടിലായിട്ടിരുന്നോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ അതല്ല, അവിടെ വെളിച്ചം കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ സ്വന്തമായി മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു രീതി, ഈ ഒരു എനർജിയാണ് ഈ പേഴ്സണും വന്നു പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് അറിയാം ഈ പേഴ്സൺ ചെയ്തു കൂട്ടിയിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങൾ, ചെയ്തു കൂട്ടിയിട്ടുള്ള തെറ്റുകൾ, മണ്ടത്തരങ്ങൾ, അതിലൂടെ ഈ റിലേഷൻഷിപ്പിന്റെ ആ ഒരു സൗന്ദര്യം തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് എല്ലാം തന്നെ ഈ വ്യക്തിക്ക് അറിയാം. അപ്പോൾ ഈ വ്യക്തിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഈ വ്യക്തി തന്നെ മുൻകൈ എടുത്ത് ഇറങ്ങുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ഈ ഒരു കാർഡ് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. യെസ്, ദിസ് ഇസ് എ സോൾമേറ്റ്, ദിസ് ഇസ് യുവർ സോൾമേറ്റ് എന്നാണ് പറയുന്നത്. പലവർക്കും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് സംശയം ഉണ്ടായിരിക്കാം. ഇതെന്റെ സോൾമേറ്റ് ആണോ, ട്വിൻ ഫ്ലെയിം ആണോ, കാർമിക് ആണോ എന്നുള്ളത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങൾക്ക് റീസണേറ്റ് ആകണമെന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഈ റീഡിംഗ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലവരും സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ സോളുകൾ തമ്മിൽ വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് ഇത്. നിങ്ങൾ രണ്ടുപേരിൽ ഏതോ ഒരു വ്യക്തിക്ക് ഇത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ആ ഒരു ജ്ഞാന ദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ പേഴ്സണൽ റീഡിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നിങ്ങളത് നേരിട്ട് അറിഞ്ഞിട്ടുള്ളതും ആയിരിക്കാം. അപ്പം എന്തുകൊണ്ടോ ഈ
ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നല്ലൊരു സോൾമേറ്റ് കണക്ഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഈ പേഴ്സന്റെ ഒരു ഇതെന്ന് പറയുന്നത് അവോയ്ഡ് റഷിംഗ് ടു ഫീൽ വോയിഡ്സ് വിത്ത് ലവ്, സീ ഇന്നർ ഫുൾഫിൽമെന്റ് ഫസ്റ്റ് എന്നാണ്. ഇവിടെ ഈ പേഴ്സൺ ധൃതി പിടിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ധൃതികൾ പിടിക്കുകയും തിടുക്കം കൂട്ടുകയും അതിലൂടെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുള്ളതുമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരുപക്ഷെ ഒരുപാട് തിടുക്കപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടി, അത് ഫ്രണ്ട്ഷിപ്പിൽ വന്നിട്ടുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം. ഈ റിലേഷൻഷിപ്പിൽ ആ ഒരു തിടുക്കം കാണിച്ചപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടാകാം. ആദ്യമേ തന്നെ നിങ്ങളെ ഒരുപാട് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, നിങ്ങളിൽ വളരെയധികം ഈ പേഴ്സൺ സ്വാതന്ത്ര്യം എടുക്കുക, നിങ്ങളെ മടുപ്പിക്കുന്ന രീതിയിൽ പെരുമാറുക, ആദ്യമേ തന്നെ ആധിപത്യം സ്ഥാപിക്കുക, അല്ലെങ്കിൽ ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലേക്ക് മാറുക, ഒരു നമ്മൾ പറയുന്നത് ഒരു കമാൻഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു ആധിപത്യം, ഞാൻ എന്തോ വലിയ സംഭവമാണ്, ഞാനാണ് നിന്നെ കൺട്രോൾ ചെയ്യുന്നത്, ഈ ഒരു രീതിയിലൊക്കെ ആദ്യമേ പെരുമാറി നിങ്ങളെ വെറുപ്പിച്ചതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ തിടുക്കപ്പെട്ടിട്ട് ധൃതി കൂട്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൂട്ടി എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ അവിടെ അതിനെ നിറയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത് പ്രണയമാണ്. ആത്മാർത്ഥമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള സ്നേഹം കൊണ്ട് അവിടെ നിറയ്ക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നുള്ളതും വളരെ മനോഹരമായിട്ട് സ്നേഹം കൊടുത്ത് സ്നേഹം ലഭിക്കുക എന്നുള്ള പോളിസിയിലേക്ക് പോയാൽ മാത്രമാണ് ഈ ഒരു ബന്ധം സുരക്ഷിതമായിട്ടും മനോഹരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പേഴ്സൺ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. വിഷ് വൈസ്ലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ പേഴ്സൺ ഇതിനു മുമ്പ് ചിലപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് വായിൽ വരികയും അല്ലെങ്കിൽ എന്ത് കാര്യം കണ്ടു കഴിഞ്ഞാലും അത് നെഗറ്റീവായിട്ട് കാണുകയും അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള വശം മാത്രം കാണുകയും അത് മാത്രം പറയുകയും ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ബുദ്ധി എന്ന് പറയുന്ന കാര്യം ഈ പേഴ്സൺ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പെന്ന് പറയുന്നത് ബുദ്ധിപൂർവമായിട്ട് ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുവാനും അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനുമാണ് ഈ പേഴ്സൺ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റമാണ്. അത് മനസ്സ് ശുദ്ധമായതുകൊണ്ടും മനസ്സ് പോസിറ്റീവിലേക്ക് വന്നതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കം ടുഗെദർ എന്നാണ്. അപ്പൊ ഇവിടെ ഈ ഒരു കാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പെട്ടെന്ന് വരിക എന്നുള്ളതാണ്. കാരണം ഇവിടെ ഈ വ്യക്തിക്ക് ഏഞ്ചൽസിന്റെ സപ്പോർട്ടും കിട്ടുന്നുണ്ട്, ആൻസിസ്റ്റേഴ്സിന്റെയും വരുന്നുണ്ട്, നിങ്ങളുടെ സാന്നിധ്യവും വരുന്നുണ്ട്. അതുപോലെ റൊമാൻറ്റിക് ഏഞ്ചൽസ് ആയിട്ടുള്ള ഹെയ്സൽ, യൂറിയൽ, ഏരിയൽ, മിഖായേൽ, ഈ പറയുന്ന മാലാഖമാരുടെ ഒക്കെയും ഊർജം നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി പ്രാർത്ഥിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുന്ന ദൈവങ്ങൾ ഏതൊക്കെയാണോ ആ ദൈവങ്ങളുടെ അനുഗ്രഹവും പ്രൊട്ടക്ഷനും ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഇപ്പോൾ റിയൂണിയന് വേണ്ടിയിട്ടാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു കാര്യം കൊണ്ടുതരാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്പിരിറ്റ് ഗൈഡ്സും ഏഞ്ചൽസും യൂണിവേഴ്സൽ എനർജിയും ഈ വ്യക്തിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പാണ്. വളരെ അനുകൂലമായിട്ടും പോസിറ്റീവ് എനർജിയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ വ്യക്തിക്ക് ഈ അടുത്തായിട്ട് ലഭിച്ചിട്ടുണ്ട്. അത് പണ്ട് തൊട്ടേ ഉള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ആയിരിക്കാം. എന്തുകൊണ്ടോ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും നിങ്ങളെക്കുറിച്ച് കൂടുതൽ തിരിച്ചറിയുവാനും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുവാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇത്രയും കാലം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് വഴി തെറ്റിക്കുന്നതും നെഗറ്റീവ് മാത്രം പറഞ്ഞു കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു സൗഹൃദങ്ങളാണ് ഈ വ്യക്തിക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. ഇത് നമുക്ക് വളരെയധികം ക്ലിയർ കട്ടായിട്ട്
കാണുവാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതിനോടൊപ്പം തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഡിസഗ്രിമെന്റ്സ് ആണ്. ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ എന്നാണ്. അതായത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഈ പേഴ്സൺ ഒരുപാട് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ നിങ്ങളും ഈ പേഴ്സണെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്ന രീതിയിൽ, ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളും ഒരുപാട് വാശിപ്പുറത്ത് നിങ്ങളും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസഗ്രിമെന്റ്സിനെ കുറിച്ച് തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾക്ക് ക്ലിയർ കട്ടായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഓക്കെ, എന്തു തന്നെയായാലും ഈ പേഴ്സണ് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, പോസിറ്റീവായിട്ട് ചിന്തിച്ചു തുടങ്ങണം എന്നും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കണമെന്നും നിങ്ങളെ കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാക്കണമെന്നും ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്പർ 1 കിട്ടിയിട്ടുണ്ട് ക്ലൂസ് ആയിട്ട്. 2027 അടുത്തതിൻ്റെ പിന്നത്തെ വർഷമാണ് പറയുന്നത്. മെഡിക്കൽ ഫീൽഡ്, അവിട്ടം നാള്, കോട്ടയം, രോഹിണി, ലെറ്റർ ഡി, സൺഡേ, ഹെയർ, ലെറ്റർ ആർ. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.